സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. കൈരളി വായനശാല വായനവർഷാചരണത്തിന്റെ ഭാഗമായി കൈരളി വായനശാല നടത്തുന്ന 4ാമത്തെ പരിപാടിയായ ജി ശങ്കരപ്പിള്ളയുടെ അനുസ്മരണ ആണ് നടത്തുന്നത്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ജൂൺ 19 മുതൽ ജൂലൈ 7 വരെയുള്ള വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ സാഹിത്യ മണ്ഡലങ്ങളിലും സാമൂഹിക മണ്ഡലങ്ങളിലും രാഷ്ട്രീയ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിന്നവരും വ്യക്തിമുദ്ര പതിപ്പിച്ചവരും തനതായ സംഭാവന നൽകിയവരും കുറിച്ചുള്ള ഓർമ്മകൾ പുതിയ കാലത്തിലേക്ക്, പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ആശയം ഉന്നയിച്ചുകൊണ്ട്, ആശയം രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഈ പക്ഷാചരണത്തിൽ വിവിധ വ്യക്തിത്വങ്ങളെ നാം അനുസ്മരിക്കുന്നത്. ഇന്ന് ജൂൺ 22 അത്തരത്തിൽ നാം അനുസ്മരിക്കുന്നത് ജി ശങ്കരപ്പിള്ള എന്ന മഹത് വ്യക്തിത്വത്തെയാണ്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ 1930 ജൂൺ 22 ജനനം. 1989 ജനുവരി 1 മരണമടയുമ്പോൾ അദ്ദേഹത്തിന് 58 വയസ്സ് മാത്രമായിരുന്നു പ്രായം. നാടകരചയിതാവ്, സാഹിത്യ നിരൂപകൻ എന്ന ശാഖയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിരുന്നത്. 1964 സംഗീത നാടക അക്കാദമി അവാർഡും 1964 കേരള സാഹിത്യ അക്കാദമി അവാർഡും, ആ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഡ്രാമയ്ക്കാണ്. 1967 സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അവാർഡും, ഓൾ ഇന്ത്യ ക്രിട്ടിക്സ് അവാർഡും, നടികർ നാഷണൽ അവാർഡും, നെഹ്റു ഫെലോഷിപ്പ് 1985, 1987, ബോംബെ കേരളീയ സമാജ് അവാർഡ്, സാഹിത്യ പരിഷത്ത് അവാർഡ്, ഓൾ ഇന്ത്യ റേഡിയോ ബെസ്റ്റ് പ്ലെയർ റൈറ്റർ അവാർഡ്, ഇത്രയും അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു മഹാപ്രതിഭ തന്നെയായിരുന്നു ജി ശങ്കരപ്പിള്ള. ഞാൻ ഇതിന്റെ ഏറ്റവും ആമുഖമായി പറഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ജി ശങ്കരപ്പിള്ള എന്ന നാടകകൃത്തും നാടക അധ്യാപകനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ എളുപ്പത്തിൽ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. നാടക രംഗത്ത് പരീക്ഷണ നാടകങ്ങൾ ആരംഭിക്കുകയും സ്കൂൾ ഓഫ് ഡ്രാമയിൽ വിദ്യാർത്ഥികളെ നാടകം പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായിരുന്നു. ആ സമയത്താണ് കേരളത്തിലുടനീളം ഒത്തിരി നാടക വിദ്യാർത്ഥികൾ ഉണ്ടായത്. അതിനെ തുടർന്ന് ഡൽഹിയിലുണ്ടായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമയുടെ. അങ്ങനെ നാടകം അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി, ഇവിടെ പറഞ്ഞല്ലോ രംഗപ്രഭാത്, തിരുവനന്തപുരത്ത് രംഗപ്രഭാത് എന്ന തിയേറ്റർ കുട്ടികളുടെ നാടകശാല ഉണ്ടാക്കി. ആ നാടകശാല ഉണ്ടാക്കി അതിലൂടെ കുട്ടികളുടെ നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ ബുദ്ധി വികസിപ്പിക്കുവാനും ജനങ്ങളെ പഠിപ്പിക്കുവാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കറുത്ത ദൈവത്തെ തേടി എന്ന നാടകം ഞാനിവിടെ അല്പം മുമ്പ് സൂചിപ്പിച്ചതാണ്. അദ്ദേഹം വയനാട് ശാല അവതരിപ്പിച്ചപ്പോൾ അത് പോയി കാണുവാൻ, പുതിയൊരു നാടക രൂപത്തിൽ കാണുവാൻ. നാടകത്തിൽ നമ്മുടെ CL ജോസിന്റെ നാടകങ്ങൾ, NN പിള്ളയുടെ നാടകങ്ങളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. ഇത് വേഷങ്ങളും വടികളും ഒക്കെ ആയിട്ടാണ്, തലയിൽ കെട്ടൊക്കെ ആയിട്ട് എല്ലാ കഥാപാത്രങ്ങൾ വരുന്നത്. അവിടെ വെച്ചിട്ട് രൂപാന്തരം പ്രാപിച്ചു വരികയാണ് അവർ. ഏതൊക്കെ കഥാപാത്രങ്ങളാണെന്ന് നമുക്ക് അഭിനയത്തിൽ കൂടി മനസ്സിലാക്കാൻ പറ്റും. ആ നാടകം കണ്ടിട്ടുണ്ട്. ഈ ശങ്കരപ്പിള്ളയോട് ഏതാണ്ട് അദ്ദേഹവുമായി 1 മണിക്കൂറോളം സംസാരിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടം ഉറുമ്പുകൾ എന്ന നാടകം കൊച്ചിയിലെ സൂര്യ ചിൽഡ്രൻസ് തിയേറ്ററിന് വേണ്ടി അതിന്റെ സംഘാടകൻ എന്ന നിലയിൽ അവതരിപ്പിക്കുവാനും സംഘടിപ്പിക്കുവാനും അവതരിപ്പിക്കുവാനും ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഡൽഹിയിൽ നടന്ന അഖില ലോക നാടകോത്സവത്തിൽ അവതരിപ്പിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അറിയാം, NN പിള്ള ഒരു വഴിയാണ് സഞ്ചരിച്ചിരുന്നത്. അതേസമയം കാവാലൻ നാരായണ പുരിക്കർ അദ്ദേഹം മറ്റൊരു വഴിയാണ് സഞ്ചരിച്ചിരുന്നത്. ഇദ്ദേഹം പെട്ടിത്തുറന്നത് മറ്റൊരു വഴി, നാടകത്തിന്റെ ബഹുമുഖ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കുന്ന ഇദ്ദേഹം സഞ്ചരിച്ചിരുന്നത് ആധുനിക നാടകത്തിന്റെ വഴിയാണ്. ആ രീതിയിൽ അദ്ദേഹത്തെ എന്നും നാടക ലോകം
നാടകത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ എന്നും ഓർമ്മിക്കുന്ന നാമധേയമാണ് അദ്ദേഹത്തിൻ്റെത്. നന്ദി. കൂട്ടായ ചർച്ചകൾ വരുമ്പോഴും നമ്മൾ മൊബൈലിൽ നോക്കിയപ്പോൾ മറ്റേനോട് ചോദിച്ച് വായിക്കുമ്പോൾ പോലെ അല്ല. ഒരാളോട് സംസാരിക്കുന്നപ്പോൾ കൂട്ടായ ചർച്ചയും വരുമ്പോൾ അതിൽ നമുക്കും ഒരു ഇൻവോൾവ്മെന്റ് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അത് പിന്നെ സംസാരിക്കുന്ന ആളുടെ അനുഭവ പരിചയവും കൂടെ അതിലോട്ട് ഇൻവോൾവ് ആകുമ്പോൾ ചർച്ച അല്ലെങ്കിൽ അത് നമുക്ക് കൂടുതൽ ആവശ്യമാണെന്ന് തോന്നും. അപ്പം അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞത് ഓരോരുത്തരിരുന്ന് വായിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഈ വായനപക്ഷാചരണം പോലുള്ള സംഭവങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പം അത് നമുക്ക് വളരെ ആഘോഷമായി നമുക്ക് വളരെ താല്പര്യത്തോടു കൂടി എല്ലാവർക്കും അത് എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ എല്ലാവർക്കും ആത്മാർത്ഥമായി പരിശ്രമിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം.